ലോൺലി റോഡ്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മൾ കാട് കണ്ടു, വീട് കണ്ടു, ഇനി നാട് കാണണം അല്ലേ? അപ്പം നാടല്ല, ഒരു നഗരമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. വെറും നഗരമല്ല, ഒരു പൗരാണിക നഗരം. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴകിയ സിറ്റികളിലൊന്നാണ് സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത്. പഴയ സ്റ്റോക്ക്ഹോം എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ പേരാണ് ഗംലാസ്ഥാൻ. ഗംല എന്ന് വെച്ചാൽ അർത്ഥം തന്നെ ഓൾഡ് എന്നാണ്. ഗംലാസ്ഥാൻ്റെ അർത്ഥം ഓൾഡ് ടൗൺ. അപ്പോൾ ഈ എപ്പിസോഡ് അവസാനം വരെ കാണണം. കാരണം ഇതിൽ കുറേ സംഭവങ്ങൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ കാത്തുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേൾഡിലെ ഏറ്റവും ആദ്യം ഉണ്ടായ റെസ്റ്റോറൻറ്റുകൾ കാണണ്ടേ? യൂറോപ്പിലെ ആദ്യം ഉണ്ടായ റെസ്റ്റോറൻറ്റുകൾ കാണണ്ടേ? യൂറോപ്പിലെ ഏറ്റവും ചെറിയ ഇടുങ്ങിയ തെരുവുകളിലൊന്ന് കാണണ്ടേ? കൂടാതെ അണ്ടർഗ്രൗണ്ട് കഫേ കാണണ്ടേ? 700 വർഷം പഴക്കമുള്ള അണ്ടർഗ്രൗണ്ട് കഫേ. ഇതൊക്കെ കാണണമെങ്കിൽ അവസാനം വരെ കാണണം. ഓക്കെ. 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലുമായിട്ട് പണിത ബിൽഡിങ്ങുകളും അതിനിടയിലൂടെയുള്ള കോറിഡോർ സ്ട്രീറ്റുകളും അതിനിടയ്ക്ക് ഒരുപാട് ചത്വരങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഗംലാസ്ഥാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കോറിഡോർ സ്ട്രീറ്റിലൂടെ ഞങ്ങൾ അകത്തേക്ക് കയറി. കൊച്ചു ടി വി പ്രേക്ഷകരെ, എൻഡേഞ്ചേർഡ് സ്പീഷീസിലെ മിസ്റ്റർ ഗള്ളിനെ അറിയോ? ഇതാ ഞങ്ങൾ കണ്ടു, പണിയും കിട്ടി. വിളിച്ചു വരുത്തി മണ്ടയിരുത്തിയാനിപ്പോ. ഗംലാസ്ഥാൻ ഓൾഡ് ടൗൺ തിരക്കില്ല. എല്ലാ വഴികളും ഇതേപോലെയാണ്. ഇവിടെയും റോഡ് മുഴുവൻ കോബിൾഡ് റോഡ്സ് ആണ്. നമ്മുടെ എല്ലാ പഴയ സിറ്റീസിലെയും പോലെ. അതെ, ഗംലാസ്ഥാന്റെ ചത്വരത്തിലാണ് നമ്മൾ വന്നെത്തുന്നത്. ചത്വരമല്ല, 1, 2, 3 ചത്വരം തന്നെ. ഏണകോണെന്ന് കിടക്കുന്ന ചത്വരം. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ ഇതിനകത്ത് കറങ്ങുന്നു ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ മാക്സിമം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. സ്റ്റോക്ക്ഹോം മെലറൈൻ തടാകത്തിനും ബാൾട്ടിക് ഉൾക്കടലിനുമിടയിൽ 14 ദ്വീപുകളായി 57 പാലങ്ങളാൽ ബന്ധിക്കപ്പെട്ട 200 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന സ്വീഡന്റെ തലസ്ഥാനം. 12-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ സിഗ്റ്റ്യൂണിയായിരുന്നു സ്വീഡന്റെ തലസ്ഥാനം. പക്ഷേ എസ്റ്റോണിയൻ വൈക്കിങ്ങുകളുടെ ആക്രമണം സഹിക്കാൻ വയ്യാതെ അവർ തലസ്ഥാനം മാറ്റുന്നു. ക്രിസ്ത്യൻ മതവിശ്വാസം സ്വീകരിച്ചെങ്കിലും തനതായ പാഗൻ രീതികൾ പിന്തുടർന്നിരുന്ന സ്വീഡുകൾ ഒരു മരത്തടി തുരന്ന് അതിൽ സ്വർണം, വെള്ളിയും അമൂല്യ വസ്തുക്കളും നിറച്ച് ഒഴുക്കി വിട്ടുവത്രേ. എന്നിട്ടവർ ആ മരത്തടിയെ പിന്തുടർന്നു. അത് വന്ന് അടിഞ്ഞ ഇടമാണ് ഈ സ്ഥലം ഗംലാസ്ഥാൻ. ഈ മരത്തടി വന്നടിഞ്ഞ ചെറു ദ്വീപിനെ അവർ സ്റ്റോക്ക്ഹോം എന്ന് വിളിച്ചു. സ്റ്റോക്ക് എന്നാൽ മരത്തടി, ഹോം എന്നാൽ ചെറുദ്വീപ്. അങ്ങനെ ഈ ദ്വീപ് സ്റ്റോക്ക്ഹോമായി. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും പഴയ 2ാമത്തെ റെസ്റ്റോറൻ്റ് ആണ്. ആദ്യത്തെ സ്പെയിനിൽ എവിടെയോ ആണ്. ഇതാ ഞങ്ങൾ എത്തി. ഈ റെസ്റ്റോറൻറ്റ്, ഇതിൻ്റെ പേര് ഫ്രിയദൻ എന്നാണ് ലോക്കലി അറിയപ്പെടുന്നത്. ഈ റെസ്റ്റോറൻറ്റ് 1721 തുടങ്ങിയതാണ്. റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ടെമ്പററിലി ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഏരിയ, ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന ഏരിയ 18-ാം നൂറ്റാണ്ടിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇതേവരെ സംഭവിച്ചിട്ടില്ല. ഈ നേരെ മുന്നിൽ കാണുന്നതാണ് സെന്റ് ജെർട്രൂഡ്സ് ചർച്ച്. ഇത് 14-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ വ്യാപാരികൾ സ്ഥാപിച്ച സെന്റ് ജെർട്രൂഡ് എന്ന് പറയുന്ന ജർമ്മൻ വിശുദ്ധന്റെ പേരിൽ സ്ഥാപിച്ച ചർച്ചാണ്.
ഗോത്തിക് ശൈലിയിലാണ് അതിൻ്റെ നിർമ്മാണം നടന്നതെങ്കിലും 17-ാം നൂറ്റാണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അത് ബറോക്ക് ശൈലിയിലേക്ക് അതിൻ്റെ കുറേ ഭാഗങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഹായ് ഓട്ടോറിക്ഷ. അങ്ങനെ നടന്ന് താണ്ടേ നൊബേൽ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തി. നൊബേൽ പ്രൈസ് മ്യൂസിയം ക്ലോസ്ഡ് ആണ്. ഇവിടെയാണ് ഇവരുടെ ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം നടക്കുന്നത്. ഈ ഒരു ചത്വരത്തിലാണ് ക്രിസ്മസ് മാർക്കറ്റ് നടക്കുന്നത്. ആ തൊപ്പി വടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളെ കണ്ടില്ലേ? ഇവിടെ ഗോസ്റ്റ് വാക്ക് എന്ന് പറയുന്ന ഒരു ഗൈഡഡ് ടൂർ ഉണ്ട്. അതിന്റെ ഗൈഡിനെയാണ് ആ കണ്ടത്. ഗോസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്ഹോം ബ്ലഡ് ബാത്ത് എന്നറിയപ്പെടുന്ന 1520 നടന്ന 82 പ്രമാണിമാരുടെ കൂട്ടക്കുരുതിയുടെ ഓർമ്മയ്ക്കായിട്ട് നടത്തപ്പെടുന്ന ഒരു ഗൈഡഡ് ടൂർ പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ യൂറോപ്പിലെ ഏറ്റവും വീതി കുറഞ്ഞ 3ാമത്തെ തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതിന് ആകെ ഒരാൾക്ക് കടക്കാവുന്ന വീതിയേ ഉള്ളൂ. ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലത്ത് 1 മീറ്ററാണ് ഇതിൻ്റെ വീതി. ഇത് 1597 ശേഷം നിർമ്മിക്കപ്പെട്ടതാണ്, 1623 മുൻപ്. മാർട്ടിൻ ട്രോട്സിക് എന്ന് പറഞ്ഞ് ഇവിടെ ജീവിച്ചിരുന്ന ഒരു വ്യാപാരിയുണ്ട്. അയാളുടെ പേരിലാണ് ഈ തെരുവെന്നും അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് കഫേ ഉണ്ടെന്ന് കേട്ടു ഇവിടെ. അത് അന്വേഷിച്ച് ഞങ്ങൾ നടപ്പ് തുടങ്ങി. ആ യാത്രയിൽ ഞങ്ങളിവിടെ കുറെ കൗതുകകരമായ കാഴ്ചകൾ കണ്ടു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ചെന്ന് കയറിയത് ബ്രാൻറ്റിംഗ് ടോറിയറ്റ് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കാണ്. ഇവരിതിനെ ബ്രാൻറ്റിംഗ് സ്ക്വയർ എന്ന് പറയുന്നുണ്ടെങ്കിലും ബിൽഡിങ് ശരിക്കും ഒരു ഠാ പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ടണലുകൾ കാണാം, കെട്ടിടങ്ങളുടെ അടിയിൽ കൂടെയുള്ള ടണലുകൾ.
ഒരു മനോഹരമായ പബ്ബ്. അടുത്ത് തന്നെ ട്രഡീഷണൽ ഡ്രസ് ഇട്ട 2 സ്വീഡിഷ് ലേഡീസിനെയും കണ്ടു. ഫുഡ് വെറൈറ്റി നോക്കിയേ, മൂസ്, റെയിൻഡിയർ ഇതൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളത് കണ്ടുപിടിച്ചു. കഫേ ഡോഗ്സ് അണ്ടർഗ്രൗണ്ട് കഫേ. ഈ കഫേ ശരിക്കും 16-ാം നൂറ്റാണ്ടിലെ ബിൽഡിങ്ങിൻ്റെ അടിയിലുള്ള ഒരു വൈൻ സെല്ലാർ റെസ്റ്റോറൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും കയറിയ സ്ഥിതിക്ക് ഒരു ആപ്പിൾ പൈയും കോഫിയും. അപ്പോൾ അവിടുത്തെ തിരക്കൊന്നും ഇല്ലാതിരുന്ന കാരണം അവിടുത്തെ ഓണറിനോട് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു. പക്ഷെ കേൾപ്പിക്കാൻ പറ്റില്ല. ഭയങ്കര ഡള്ളും വോയിസ് ഭയങ്കര ഡള്ളാണ്. മാത്രമല്ല സീൻസും വളരെ ഡള്ളാണ്. അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞു, ഇറങ്ങാൻ പോവാണ്. ഏതായാലും അതിനു മുമ്പ് ഒരു സ്വീഡിഷ് വേഫിൾ കഴിച്ചേക്കാന്ന് കരുതി. അങ്ങനെ നമ്മൾ ഗംലാസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ബൈ. ബൈ.